കൊല്ലം കോർപ്പറേഷനിലെ കൊല്ലൂർ വിളയിൽ വിമത സ്ഥാനാർത്ഥിയായ മുൻ കൗൺസിലറെ പുറത്താക്കി കോൺഗ്രസ്. ഹംസത്ത് ബീവിക്കെതിരെയാണ് നടപടി. അരുൺ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, പറയൂ. കഴിഞ്ഞ 2 മണിക്കൂറിനിടയിൽ കോൺഗ്രസ് 2 പേരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. രണ്ടും ഈ റിബൽ വിഷയത്തിനെ തുടർന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പുറത്താക്കിയത് വടക്കേവിളയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതനെ മത്സരിക്കുന്ന റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന UDFന്റെ പഴയ തന്നെ നേതാവിന് വേണ്ടി പ്രചരണം നടത്തിയ കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കൂടിയായ ബിനു പാപ്പച്ചനെയാണ് പുറത്താക്കിയതായി DCC നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എത്തുന്നത് ഈ കൊല്ലൂർ വിളയിൽ നേരത്തെ തന്നെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ഹംസത്ത് ബീവി ഇത്തവണ സ്വതന്ത്രയായി തന്നെ മത്സരിക്കുകയാണ്. ഇവരോട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതാണ്. പകരം സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസിനുണ്ട്, അതുകൊണ്ട് മത്സര രംഗത്തേക്ക് ഉണ്ടാകരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും ഹംസത്ത് ബീവി സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 7 മണിവരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പിൻവലനവുമായി ബന്ധപ്പെട്ട അവസാന നിർദ്ദേശം DCC നേതൃത്വം നൽകിയത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടും സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് സജീവമായതിനെ തുടർന്നാണ് ഹംസത്ത് ബീവിയെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇപ്പോൾ DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ രേഖാമൂലം അറിയിച്ചിട്ടുള്ളത്. ഇനി തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് DCC നേതൃത്വം വ്യക്തമാക്കുന്നത്. പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.